ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ ഷാനുട്ടൻ്റെ രണ്ടാമത്തെ പിറന്നാളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പിറന്നാളിന് എനിക്ക് കാര്യമായിട്ട് അവനൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ പിറന്നാളിന് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഭാഗം, ചാലക്കുടി ഭാഗമൊക്കെ ഞങ്ങൾക്ക് ബർത്ത്ഡേക്കാളും കുറച്ചും കൂടെ നമ്മൾ അമ്പലത്തിൽ പോകാനും കുറച്ചും കൂടെ വീട്ടിൽ സദ്യയൊക്കെ വെക്കുന്നത് പിറന്നാളുകൾക്കാണ് കേട്ടോ കുറച്ചും കൂടെ പ്രാധാന്യം. അപ്പോൾ ഈ പ്രാവശ്യം പിറന്നാളിന് എനിക്ക് പറ്റുന്ന പോലെ ഞാനൊരു സാമ്പാർ, അവിയൽ, കാളൻ, പപ്പടം, ഉപ്പേരി, ഒരു പായസമൊക്കെ വെച്ചു. പക്ഷെ അവനൊരു ഉരുള കൊടുത്തത് കഴിച്ചു, പിന്നെ അവൻ കഴിച്ചില്ല. പിന്നെ ഞാനപ്പോൾ ഇവൻ കഴിച്ച പ്ലേറ്റിൽ തന്നെ കഴിക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത്രയും ഫുഡൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ബാക്കി അവനൊന്ന് പായസം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അവൻ ആ പായസം തന്നെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഒരു അമ്മയായതിനു ശേഷം ഒരുപാട് സന്തോഷം തോന്നിയൊരു സമയമാണ്. കാരണം എനിക്കൊരു മോനുണ്ടായി. ഞാൻ അവന് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനൊക്കെ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവനും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിൽ ഞാൻ വലിയൊരു പ്രൗഡാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. എനിക്കിപ്പോൾ വർക്ക് ഇച്ചിരി കുറവായത് കൊണ്ടും ഒക്കെ ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ടും എനിക്ക് ഇവനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും ഇവന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ജോലി കുറവുള്ളതിലും എനിക്കൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം മെയിൻ റീസൺ ഇവൻ തന്നെയാണ്. ഇവനിപ്പോൾ എൻ്റെ വേണ്ട സമയമാണ്. എന്നെ വേണ്ട സമയത്ത് എനിക്ക് അവൻ്റെ കൂടെ ഇരിക്കാനും അവന് വേണ്ടത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു നല്ല അമ്മയായിട്ടും ഒരു ടീച്ചറായിട്ടും ഒക്കെ അവൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഒരുപാട് ഞാൻ നന്ദി ഒക്കെ ദൈവത്തിനോട് പറയാണ്. അത് കാരണം എനിക്ക് ജോലിയിൽ കുറവ് വന്നാലും ഇവൻ ഉണ്ടല്ലോ, ഇവനെ നോക്കിയിട്ടാണല്ലോ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയി അവനായിട്ട്. കഴിഞ്ഞ ഒരു വർഷം ഒരു വയസ്സ് വരെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ക്ലോസ് ആയി. കാരണം ഈ ഒരു വർഷം അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മോന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണതിൽ. എല്ലാ അമ്മമാർക്കും പറ്റണ കാര്യം തന്നെയാണ്. ജോലിക്ക് പോകണ അമ്മമാരായാലും ഇതൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ആസ് എ മദർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചും കൂടെ അവനായിട്ട് ക്ലോസ് ആവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ചിലപ്പോൾ നാട്ടിൽ ഞാൻ ജോലിക്ക് പോകാതിരുന്നാലും ഇവനായിട്ട് ഇത്ര ക്ലോസ് ആയിന്ന് വരില്ല. അപ്പോൾ അത് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ മോന് ഇനി ഒരുപാട് പിറന്നാളുകൾ ഇതുപോലെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ പക്ഷേ ഇവനെ രാവിലെ എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.